ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഫുഡ് പവലിയൻ ക്യാരറ്റ് കൊണ്ടുള്ള ഒരു പായസമാണ് അവതരിപ്പിക്കുന്നത്. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് അസാധ്യ ടേസ്റ്റ് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങൾ ഈ റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് നന്നായിട്ട് കഴുകി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 1/2 കിലോ ക്യാരറ്റാണിത്. ഇനി വേണ്ടത് പഞ്ചസാര. ആവശ്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്ന രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പും ഒരു 4-5 ഏലക്കയുമാണ്. ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഒന്ന് നിരത്തി കൊടുക്കണം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം 1 കപ്പിൽ കൂടാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസിയിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഈ കുക്കർ 4 വിസിൽ വരെ നമ്മൾ വേവിച്ചെടുക്കണം. ഇനി നമ്മൾ കുറച്ച് നെയ്യ് ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പശുവിൻ നെയ്യാണ്. ഇതിലേക്ക് നമ്മുടെ കാഷ്യൂ നട്ട് ഇട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ കാഷ്യൂ നട്ട് ഇവിടെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ക്രഷ് ചെയ്യാൻ ഉപയോഗിച്ച ജാറിലേക്ക് ഏലക്കയും ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ക്യാരറ്റ് ഇവിടെ ചൂടാറിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നന്നായിട്ട് ചൂടാറിയിട്ടില്ല, നേരിയൊരു ചൂടുണ്ട്. ഇങ്ങനെ ഒരു ചെറു ചൂടിൽ വേണം നമ്മളിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് വെള്ളം ആ കുക്കറിലുണ്ടാവുമല്ലോ, അതും കൂടി ഒഴിച്ചിട്ട് വേണം നമ്മൾ ഈ ക്യാരറ്റ് അടിച്ചെടുക്കാനായിട്ട്. ഇതിലേക്ക് നമ്മൾ കൂടുതൽ വെള്ളം ചേർക്കാനോ ഇതിലെ വെള്ളം കുറയ്ക്കാനോ പാടില്ല. ഇനി നമ്മളിവിടെ 2 പാക്കറ്റ് പാൽ അഥവാ 1 ലിറ്റർ പാൽ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. പാല് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചെടുത്ത ആ പൗഡർ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മുടെ പാല് തിളച്ച് തുടങ്ങി. നമുക്കിനി ഈ പൗഡർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇനി നമുക്കിതൊന്ന് തിളച്ച് വരണം. എന്നിട്ട് വേണം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാനായിട്ട്. നല്ലോണം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അടിയിൽ പിടിച്ചു പോകരുത്. പഞ്ചസാരയും പാലും കൂടി വരുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നല്ലൊരു ടേസ്റ്റി ആയൊരു പായസമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഇപ്പോൾ പാലിവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അടിച്ചു വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ പാലിൻ്റെ നിറം നല്ല യെല്ലോയിഷ് കളറിലേക്ക് മാറി തുടങ്ങുകയാണ്. വളരെ ടേസ്റ്റിയായ ഒരു പായസമാണിത്. ഇത് നമ്മൾ നെയ്യോ വെണ്ണയോ ഒന്നും ചേർക്കുന്നില്ല. വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ നമ്മൾ പാലും വെള്ളമൊക്കെ ചേർക്കുമ്പം അതിൻ്റെ അളവ് കറക്റ്റായിരിക്കണം. കൂടുതൽ പാലോ വെള്ളമോ ചേർക്കുമ്പോൾ ഇത് ലൂസായി പോകും. കുറവായാലും ഇത് ടൈറ്റായിട്ട് പേസ്റ്റ് പോലെ ആയി പോകും. രണ്ടും ആവരുത്. ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വരണമെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് അളവ് ഉപയോഗിച്ച് നമ്മളിത് തയ്യാറാക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതൽ പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഇനി പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. കാരണം പഞ്ചസാര വരുമ്പോൾ പാലും പഞ്ചസാരയും കൂടി വരുമ്പോൾ
അടിയിൽ പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കൈ വെക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ നമ്മളുടെ പായസം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ പായസം തയ്യാറാക്കാൻ വേണ്ടി ക്യാരറ്റ് എടുത്തപ്പോൾ അതിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. സ്കിന്നിന് നല്ല നിറം കിട്ടാനും മുടി, നഖം എന്നിവയുടെ വളർച്ചയ്ക്കും ക്യാരറ്റ് വളരെ നല്ലതാണ്. ക്യാരറ്റ് ഒരു അരമുക്കാൽ മണിക്കൂറോളം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിലിട്ട് വെച്ചാൽ തന്നെ അതിൻ്റെ വിഷാംശമൊക്കെ പോയി കിട്ടും. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കണം. കാഷ്യൂനട്ട് നന്നായിട്ട് പൊടിഞ്ഞു പോകരുത്, ക്രഷായിട്ടേ വരാവൂ. എന്നാലേ നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാനായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിനി കാഷ്യൂനട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചൂടോടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. എന്നാൽ അതിലേറെ ടേസ്റ്റാണ് തണുപ്പിച്ച് കഴിക്കാനായിട്ട്. നിങ്ങൾ രണ്ട് രീതിയിലും ചെയ്തു നോക്കണം. എന്തായാലും കുട്ടികൾക്കും വലിയവർക്കും ഇത് ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ ചൂടോടെ വിളമ്പിയെടുത്ത പായസമാണിത്. ഇനി തണുപ്പിച്ചത് നോക്കൂ. വളരെ ടേസ്റ്റിയായ നല്ല തിക്കായ ഒരു പായസമാണിത്. നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. നമുക്ക് കുറച്ച് പോമിഗ്രാനൈറ്റ് കൊണ്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.